അവസാനം ഭഗവാന്റെ അപാരമായ കാരുണ്യാതിരേകത്താൽ നമ്മൾ ഭഗവാന്റെ സഹോദരിയായ ദേവിയുടെ കഥയിലേക്കാണ് കടന്നിട്ടുള്ളത് അല്ലേ. ഇപ്പൊ 4-ാമത്തെ അധ്യായത്തിലേക്കാണ് നമ്മൾ കടന്നത്. അപ്പൊ ശൗനക മഹർഷിമാര് സൂത മഹാശയനോട് ചോദിക്കുകയാണ്. എന്താ ചോദിക്കുന്നത് അവര്? അയോനിജയും അരണി സംജാതനുമായ ശുക്ക മഹർഷി തന്റെ പിതാവായ വ്യാസ മഹർഷിയിൽ നിന്ന് ഭാഗവതം പഠിച്ചു എന്ന് പറഞ്ഞല്ലോ. അദ്ദേഹം അയോനിജനാണ്, ഒരമ്മയുടെ വയറ്റിൽ നിന്ന് വന്ന ആളല്ല. ആര്? ശുകബ്രഹ്മർഷി. ശുകബ്രഹ്മർഷി അരണി കടയുന്ന സമയത്ത് അതിൽ നിന്നുണ്ടായതാണെന്നാ പറഞ്ഞു വരുന്നത്. ആ മഹാത്മാവിന്റെ ജനനവും മറ്റും ഞങ്ങളോട് വിസ്തരിച്ച് പറഞ്ഞു തരണം. ഞങ്ങളുടെ മനസ്സിൽ പല സംശയങ്ങളുണ്ട്, ഇങ്ങനെ പൊങ്ങി പൊങ്ങി വരുന്ന തൈര് കലക്കുമ്പോൾ വെണ്ണ പൊങ്ങി വരുന്നത് പോലെ. അവയൊക്കെ നിവാരണം ചെയ്തു തരുവാൻ അങ്ങല്ലാതെ വേറെ ആരും യോഗ്യനായ ആളില്ല, അവിടുന്ന് തന്നെയാണ്. ജനിച്ച ഉടനെ സർവകർമ്മ പരിത്യാഗിയ അദ്ദേഹം എന്തിനാണ് ഭാഗവതം പഠിച്ചത് എന്ന് ചോദിക്കണം. അപ്പൊ പറയുന്നു, പണ്ട് വ്യാസമഹർഷി, ഇവര് ചോദിക്കുന്നത്, വ്യാസമഹർഷി പണ്ട് സരസ്വതീ നദീതീരത്തുള്ള തന്റെ ആശ്രമത്തിൽ ഇരിക്കുമ്പോൾ വിസ്മയകരമായ ഒരു കാഴ്ച കാണാനിടയായിട്ട്. എന്താ അത്? അങ്ങനെയുള്ള ഒരു കാഴ്ച. അത് അടുത്തുള്ള ഒരു വൃക്ഷത്തിന്റെ ചില്ലയിൽ 2 കുരുവികൾ കുക്കുരുമ്മി തങ്ങളുടെ സ്നേഹം പ്രകടിപ്പിക്കുന്നത് കണ്ടു. അവരുടെ അടുത്ത് തന്നെ കുരുവി കുഞ്ഞുങ്ങളും തള്ളപ്പക്ഷിയുടെ ചിറക് വെറ്റിയിരിക്കുന്നുണ്ട്. അത് നല്ലൊരു കുടുംബം. അത് നോക്കി വ്യാസൻ ആലോചനാമഗ്നനായിരുന്നു. ആ പക്ഷികൾ തമ്മിലുള്ള സ്നേഹവും കുഞ്ഞുങ്ങളോടുള്ള അവരുടെ വാത്സല്യവും കണ്ട് വ്യാസൻ പിതൃസ്നേഹത്തിന് കൊതിക്കുന്ന ഹൃദയം വ്യാകുലപ്പെട്ടു. വ്യാസന്റെ എനിക്കൊരച്ഛനായ കൊള്ളായിരുന്നു എന്നുള്ളൊരു തോന്നല് അദ്ദേഹത്തിന് ഉണ്ടായി എന്നാ പറയുന്നത്. ഈ പക്ഷികൾക്കും കൂടി കുടുംബ പോഷണത്തിൽ ഇത്രയും ശ്രദ്ധയുണ്ടെങ്കിൽ മനുഷ്യരുടെ കാര്യം പറയാനുണ്ടോ? ഇല്ലല്ലോ. വിശേഷ ബുദ്ധിയുള്ള മനുഷ്യന്മാരെങ്ങനെയായിരിക്കും? ഇപ്രകാരം ഓരോന്നും ആലോചിച്ച് വ്യാസൻ അവിടെ തന്നെ ഇങ്ങനെ ഇരുന്നു. അപ്പൊ വ്യാസൻ ചിന്തിച്ചു, എന്തുകൊണ്ടാണ് മനുഷ്യർ മക്കൾ വേണമെന്ന് ചിന്തിക്കുന്നത്? പ്രായാധിക്യ സമയത്ത് ശുശ്രൂഷിക്കാനാണോ? അല്ല ആർജിച്ച സ്വത്തുക്കൾക്ക് അവകാശികൾ വേണമെന്ന് കരുതിയാണോ? ഇനി അതുമല്ല, മാതാപിതാക്കൾക്ക് മരണശേഷം തർപ്പണം ചെയ്യാനാണോ? ഇനി അതുമല്ലെങ്കിൽ അശ്വമേധം ചെയ്ത് പ്രതാപശാലിയായ വീരപുരുഷനാകാനാണോ? എന്നുള്ള പല ചിന്തകളും വ്യാസരുടെ മനസ്സിൽ അങ്ങനെ പൊന്തി വന്നു. നരകത്തിൽ നിന്ന് രക്ഷിക്കുന്നവനാണല്ലോ പുത്രൻ. അതുകൊണ്ടാണല്ലോ പുത്രൻ എന്ന പേര് തന്നെ വന്നത്. വീട്ടിൽ ധനമുണ്ട്, മറ്റു പലവിധ സുഖങ്ങളും ഗൃഹത്തിലുണ്ട്. അതിനൊന്നും അവകാശികളില്ലാതെ അന്യം നിന്ന് പോകുമെന്ന് കരുതിയിട്ടാണോ പ്രായാധിക്യത്തിൽ ശയ്യാവലംബിയാകുമ്പോൾ ആരും പരിചരിക്കാനില്ലാതെ കഷ്ടപ്പെടുമെന്ന് കരുതിയിട്ടാണോ എന്നറിയില്ല ഈ പുത്രന്മാര് വേണമെന്ന് മനുഷ്യർ കരുതുന്നത്? മക്കളില്ലാത്തവർക്ക് സ്വർഗപ്രാപ്തി ഉണ്ടാവില്ലെന്ന് ശാസ്ത്രത്തിൽ പറയുന്നുണ്ട്. പുത്രന്മാരുള്ളവർ പാപമുക്തരാണെന്നാണ് ആപ്തവാക്യം. എന്തായാലും ഈ പ്രപഞ്ചത്തിൽ പുത്രന്മാരെ ലാളിച്ചു വളർത്തുന്നു തന്നെയാണ് ഉത്തമ സുഖം എന്ന് ഞാൻ കരുതുന്നു. ആര് പറയണു, വിചാരിക്കുന്നു? നമ്മുടെ വേദവ്യാസ മഹർഷി. അങ്ങനെ അദ്ദേഹം ഭയങ്കരമായ ചിന്തയിലാണ്ടുപോയി. തനിക്കും ഒരു പുത്രൻ വേണമെന്ന് വ്യാസൻ തീർച്ചയാക്കി. ആ ആഗ്രഹ നിവൃത്തിക്ക് ഏത് ഭഗവാനെയാണ് ഭജിക്കേണ്ടതെന്ന് ആലോചിച്ചു കൊണ്ടിരിക്കുമ്പോൾ വീണാധാരിയായി ശ്രീനാരദ മഹർഷി അവിടെ പ്രത്യക്ഷപ്പെട്ടു. എല്ലാവരുടെയും പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ ഏറ്റവും യോഗ്യൻ ശ്രീനാരദ മഹർഷിയല്ലാതെ മറ്റാരാണുള്ളത്? നാരദനെ കണ്ട ഉടനെ വ്യാസൻ എഴുന്നേറ്റ് അർഘ്യപാദ്യാദികൾ ചെയ്ത് പൂജിച്ചു. വ്യാസന്റെ മുഖത്തെ വിഷാദഭാവം കണ്ട് ശ്രീനാരദ മഹർഷി ചോദിച്ചു, എന്താണ് അങ്ങയുടെ മുഖത്തൊരു വിഷാദഭാവം? അദ്ദേഹം പറയണു, പുത്രനില്ലാത്ത ദുഃഖം കൊണ്ട് എന്റെ മനസ്സിന് സ്വസ്ഥതയും കിട്ടുന്നില്ല മഹർഷി. പുത്രന്മാരില്ലാതൊരു ഗതി കിട്ടില്ല എന്ന് ചിന്തിച്ച് എന്റെ മനസ്സ് ചഞ്ചലപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അല്ലയോ സർവജ്ഞ, അങ്ങേക്ക് അറിയാത്തതായിട്ടൊന്നുമില്ലല്ലോ ഭൂമിയിൽ, ലോകത്തിൽ എന്ന് ചിന്തിച്ച് എന്റെ മനസ്സ് വ്യാകുലപ്പെട്ടു. ആഗ്രഹം സാധിക്കാൻ ഞാൻ ആരെയാണ് ഭജിക്കേണ്ടത് എന്ന് ചോദിച്ചു. വ്യാസന്റെ ചോദ്യം കേട്ട് ഈ വേദജ്ഞനായ ശ്രീനാരദ മഹർഷി ഇപ്രകാരം പറഞ്ഞു, എന്താ പരാശരപുത്ര, പണ്ട് ഈ ചോദ്യം എൻ്റെ അച്ഛനായ ബ്രഹ്മദേവൻ മഹാവിഷ്ണുവിനോട് ചോദിച്ചിട്ടുണ്ട്. ജഗത്തിന്റെ മുഴുവൻ ഈശ്വരനായ മഹാവിഷ്ണുവിന്റെ ധ്യാനം കണ്ട് അത്ഭുതപ്പെട്ടുകൊണ്ടാണ് അച്ഛൻ ചോദിച്ചത്, അങ്ങ് ആരെയാണ് ധ്യാനിക്കുന്നത് എന്ന് ചോദിച്ചു.
അങ്ങയുടെ നാഭിയിലെ കമലത്തിൽ നിന്നല്ലേ ഞാൻ ഉണ്ടായത്. അങ്ങയുടെയും മീതെ വേറെ ഏത് ഈശ്വരനാണുള്ളത്? സൂര്യൻ തൊട്ടൊരു ചെറിയ പുൽക്കൊടി വരെ അങ്ങയുടെ സങ്കല്പം കൊണ്ടാണ് ഉണ്ടാവുന്നതെന്ന് ഞാൻ കേട്ടിട്ടുണ്ട് ഭഗവാനെ. മഹാന്മാർക്കൊന്നും ഗോപ്യമായി വെക്കാനില്ലെന്ന് സ്മൃതിയിൽ പറയുന്നുമുണ്ടല്ലോ. കരുണാമയനായ അങ്ങ് ഇതിന്റെ സത്യാവസ്ഥ എനിക്ക് പറഞ്ഞു തരണമെന്ന് ബ്രഹ്മാവ് മഹാവിഷ്ണുവിനോട് ചോദിച്ചുത്രേ. അപ്പൊ ബ്രഹ്മാവിന്റെ അപേക്ഷ കേട്ട് മഹാവിഷ്ണു പറയുകയാണ്, ബ്രഹ്മാവേ, എല്ലാം ഞാൻ പറയാം. സൃഷ്ടിസ്ഥിതി സംഹാരത്തിന് യഥാക്രമം ബ്രഹ്മ വിഷ്ണു രുദ്രന്മാരാണെന്ന് പറയുമെങ്കിലും ഞങ്ങൾക്ക് മീതിയായ ഒരു ശക്തിയുണ്ട്. വിശ്വസൃഷ്ടിക്കു വേണ്ടി നമ്മൾ ഓരോരുത്തരിലും അവൾ സത്വരജസ്തമോ ഗുണമായി വർത്തിക്കുന്നു. ആ ശക്തി നമ്മെ കൈവിട്ടാൽ സൃഷ്ടിക്കാൻ അങ്ങേക്കും പാലിക്കാൻ എനിക്കും സംഹരിക്കാൻ രുദ്രനും ശക്തി പോരാതെ വരും. പ്രത്യക്ഷമായും പരോക്ഷമായും നമ്മൾ ശക്തിക്ക് അധീനരായി കഴിയുകയാണ്. അതിനുദാഹരണവും ഞാൻ അങ്ങേക്ക് പറഞ്ഞു തരാം. ഞാൻ അനന്തനാകുന്ന മെത്തയിൽ ഉറങ്ങുകയും സമയമാകുമ്പോൾ എഴുന്നേൽക്കുകയും ചെയ്യുന്നു. ചിലപ്പോൾ തപസ് ചെയ്യുന്നു, മഹാലക്ഷ്മിയോടൊത്ത് സസുഖം വിഹരിക്കുന്നു. ചില സമയം ദൈത്യരുമായി യുദ്ധം ചെയ്യുന്നു, യുദ്ധത്തിൽ തളർന്ന് അവശനാകുന്നു. ഇതൊക്കെ ആ പരാശക്തിയുടെ ആജ്ഞപ്രകാരം സംഭവിക്കുന്നതാണ്. ഞാൻ പരതന്ത്രനാണ് ബ്രഹ്മാവേ. പണ്ട് 5000 കൊല്ലം ഞാൻ മധുരയിടഭന്മാരുമായി സമുദ്രത്തിൽ വെച്ച് യുദ്ധം ചെയ്തത് അങ്ങേക്ക് ഓർമ്മയില്ലേ? ഉറങ്ങുമ്പോൾ എൻ്റെ കർണമലത്തിൽ നിന്നുണ്ടായ അവരെ വധിക്കാൻ സാധിച്ചത് ആ പരാശക്തിയുടെ സഹായം കൊണ്ടല്ലേ ബ്രഹ്മാവേ? ആ ശക്തിയുടെ ഇച്ഛ കൊണ്ട് മാത്രമല്ലേ ഞാൻ ഈ ക്ഷീരാബ്ധിയിൽ വാഴുന്നതും. ഞാൻ ഓരോ യുഗത്തിലും മത്സ്യക്കൂർമ്മ വരാഹതികളായി ജനിച്ചത് എനിക്ക് പ്രിയമായിട്ടല്ല ബ്രഹ്മാവേ. മഹാലക്ഷ്മിയുടെ സാമീപ്യം വേണ്ടെന്ന് വെച്ച് ഇപ്രകാരം ഓരോ യോനികളിലും ജനിക്കേണ്ടി വന്നത് തന്നെ ഞാൻ സ്വതന്ത്രനല്ലാത്തത് കൊണ്ടല്ലേ. അങ്ങയുടെ കൺമുമ്പിൽ വെച്ചല്ലേ വില്ലിന്റെ ഞാൻ മുറിഞ്ഞ് എൻ്റെ ശിരസ് തെറിച്ചു പോയത്. അങ്ങൻ ദേവന്മാരും കൂടിയല്ലേ വിശ്വകർമാവിനെ കൊണ്ട് ഹയശീർഷം എൻ്റെ ദേഹത്തിൽ ചേർത്ത് വെച്ചത്. അങ്ങനെ ഹയാനൻ എന്ന പേരും ഹയഗ്രീവൻ എന്ന പേരും എനിക്ക് ലഭിച്ചില്ലേ. അപ്പോൾ ഞാൻ സ്വതന്ത്രനാണോ? അല്ല. അങ്ങേക്ക് ഉറപ്പായില്ലേ അല്ലാന്ന്? ആ ശക്തിയാണ് ഞാൻ നിത്യവും ധ്യാനിക്കുന്നത്. അവൾക്ക് മീതിയായി മറ്റൊരു ശക്തിയും ഇല്ലെന്ന് എനിക്ക് ബോധ്യമായി എന്ന് ഭഗവാൻ ശ്രീ മഹാവിഷ്ണു ബ്രഹ്മാവിനോട് പറയണം. അത് നാരദൻ ഇവിടെ പറയുകയാണ്. വിഷ്ണു എൻ്റെ അച്ഛനോട് പറഞ്ഞ കാര്യങ്ങളൊക്കെയും അച്ഛൻ എന്നോട് പറഞ്ഞിട്ടുണ്ട്. അല്ലയോ വ്യാസ മഹർഷി, പുരുഷാർത്ഥ ലാഭത്തിന് ആ ദേവിയെ തന്നെ ഭജിക്കൂ. അങ്ങയുടെ എല്ലാ ആഗ്രഹങ്ങളും ആ ദേവി സാധിച്ചു തരും. അതിലൊരു സന്ദേഹവും വേണ്ട. സൂതൻ എന്ത് ചെയ്തു? നാരദന്റെ വാക്കിനനുസരിച്ച് വേദവ്യാസൻ ദേവീ ധ്യാനത്തിനായി മഹാമേരു പർവ്വതത്തിലേക്ക് യാത്രയായെന്ന് സൂര്യൻ അവരോട് പറയുന്നു. പിന്നീട് ഋഷികൾ സൂതനോട് ചോദിക്കാൻ തുടങ്ങി. വീണ്ടും അവർ ചോദിക്കുകയാണ്, അല്ലയോ സൂത, അങ്ങ് പറയുന്ന കാര്യങ്ങളൊക്കെ തന്നെയും അത്യാശ്ചര്യം ഉളവാക്കുന്നതാണ്. കാരണം എങ്കിലും പല സംശയങ്ങളും മനസ്സിനെ വല്ലാതെ അലട്ടുന്നു. ആരെയാണ് വേദങ്ങൾ സ്തുതിക്കുന്നത്? ആരാണ് സർവചരാചരങ്ങൾക്കും ആശ്രയമായി ജഗത്തിന് മുഴുവൻ കാരണഭൂതനായിരിക്കുന്നത്? ആ ആദിദേവനായ മഹാവിഷ്ണുവിന്റെ ശിരസ് തെറിച്ചു പോയെന്നോ? ഞങ്ങൾക്ക് വിശ്വസിക്കാനേ സാധിക്കുന്നില്ലല്ലോ. ആ കഥകൾ ഞങ്ങളോട് വിസ്തരിച്ച് പറഞ്ഞു തരുമോ എന്ന് പറഞ്ഞു. അപ്പൊ സൂതമഹാശൻ പറയണു, മുനിമാരെ, മഹാതേജസ്വിയും ദേവന്മാർക്കും ദേവനുമായി ശ്രീഹരിയുടെ കഥ ഞാൻ പറഞ്ഞു തരാം. നിങ്ങൾ ശ്രദ്ധിച്ചു കേട്ടാലും. ഒരിക്കൽ 10,000 വർഷം തുടർച്ചയായി യുദ്ധം ചെയ്തതിനാൽ ക്ഷീണിതനായിപ്പോയി ശ്രീഹരി. അങ്ങനെ അദ്ദേഹം വിശ്രമിക്കാൻ വേണ്ടി പത്മാസനത്തിലിരുന്നു. കയ്യിലുള്ള വില്ലിന്റെ ഒരു ഭാഗം നിലത്തൂന്നി മറ്റേ ഭാഗം താടിക്ക് താങ്ങായി നിർത്തി. വില്ല് ഞാൻ വലിച്ചു കെട്ടിയ നിലയിലായിരുന്നു. അങ്ങനെ ക്ഷീണം തീർക്കവേ ദേവേച്ഛാലെന്നവണ്ണം ഗാഠനിദ്രയിലായിപ്പോയി ഭഗവാൻ. കുറച്ചു കാലം ഹരി അങ്ങനെ ഉറക്കത്തിൽപ്പെട്ടു. ഇതിനിടയിൽ ദേവന്മാർ ഒരു യജ്ഞം നടത്താൻ തീരുമാനിച്ച് ബ്രഹ്മരുദ്രന്മാരെ സമീപിച്ചു. അവരെല്ലാവരും കൂടി ഈ വിവരം അറിയിക്കാൻ ശ്രീഹരിയുടെ വാസസ്ഥാനമായ വൈകുണ്ഠത്തിലെത്തി. എന്നാൽ അവിടെ ഉണ്ടോ മഹാവിഷ്ണു? അവർക്ക് അവിടെ കാണാൻ സാധിച്ചില്ല. എല്ലാവരും കൂടി തിരഞ്ഞ് ഭഗവാൻ ഇരിക്കുന്ന സ്ഥലം കണ്ടുപിടിച്ചു. ഇവർ വന്നതൊന്നും അറിയാതെ ഗാഠനിദ്രയിലായിരുന്നു ഭഗവാൻ. സുഖ സുഷുപ്തി ശരിക്കും പറഞ്ഞാല്. ഉറക്കമുണരുന്നതൊന്നൊക്കെ അവരെല്ലാവരും വിഷ്ണുവിന് ചുറ്റും വരുന്നു. ഏറെ സമയം കഴിഞ്ഞിട്ടും ഭഗവാൻ ഉണരാത്തതിനാൽ
ബ്രഹ്മാദികൾ എന്ത് ചെയ്യണ്ടു എന്നുള്ളൊരു ആലോചനയിലെ അപ്പൊ ഇന്ദ്രൻ പറഞ്ഞു, എല്ലാവരും എങ്ങനെ ഭഗവാൻ ഉണർത്താമെന്ന് ആലോചിക്കുവൻ. ശിവഭഗവാൻ പറഞ്ഞു, നിദ്രാഭംഗം ചെയ്യുന്നത് ശരിയായ പ്രവൃത്തിയല്ല, എന്നാൽ യത്നം ചെയ്യാതെ നിവൃത്തിയുമില്ല. അപ്പോൾ സൃഷ്ടികർത്താവായ ബ്രഹ്മാവ് ഒരു ചിതലിനെ സൃഷ്ടിച്ചു. അതിനോട് പറഞ്ഞു, നീ പോയി വില്ലിന്റെ താഴെയറ്റം ചുരണ്ടിയാൽ വില്ലിന്റെ പാത്തി നിവരും. അപ്പോൾ ഭഗവാൻ തന്നെത്താൻ ഉണർന്നുകൊള്ളെന്ന് പറഞ്ഞ് അങ്ങനെയാണ് ഈ ചിതലിനെ നിർമ്മിക്കാൻ കാരണം അരേ ബ്രഹ്മാവ്. അപ്പൊ ചിതല് പറഞ്ഞു, ലക്ഷ്മീകാന്തനും ദേവദേവനുമായ ഭഗവാൻ എന്നിട്ടേക്ക് എങ്ങനെ ഭംഗം വരുത്തും? നിദ്രാഭംഗം, കഥാഭംഗം, ദമ്പതിമാരെ വേർപിരിക്കല്, കുഞ്ഞിനെ അമ്മയിൽ നിന്ന് വേർപെടുത്തൽ തുടങ്ങിയ പ്രവൃത്തികൾ ബ്രഹ്മഹത്യക്ക് സമമാണ്. ആരാ പറയുന്നത്? ഇത്തിരിയോളം വരുന്ന ചിതലുകൾ. എന്നാലും സ്വാർത്ഥ താല്പര്യത്തിനു വേണ്ടി ജനങ്ങൾ എന്ത് പ്രവൃത്തിയും ചെയ്യുമെന്ന് ഞങ്ങൾക്കറിയാം. ചിതല് ചോദിച്ചു, ഈ പ്രവൃത്തി ചെയ്യുന്നതുകൊണ്ട് എനിക്കെന്താണ് നേട്ടം? അതാണ്, എനിക്കെന്ത് തരും? ഒരു കാര്യം ചെയ്താൽ എന്തെങ്കിലും വേണമല്ലോ. ബ്രഹ്മാവ് പറഞ്ഞു, ചിതലേ, നിനക്ക് യജ്ഞഭാഗം ലഭിക്കാനുള്ള വഴി ഉണ്ടാക്കി തരാം. യജ്ഞം ചെയ്യുമ്പോൾ ഹവിസ് ഹോമിക്കുമല്ലോ, അതിന്റെ പാർശ്വത്തിൽ വീഴുന്ന നെയ്യും മറ്റും നിനക്കെടുക്കാം. അത് നിന്റെ യജ്ഞഭാഗമായി കണ്ട് വേണ്ടത് ചെയ്യുക. എന്തായാലും ഭഗവാൻ ഉണർത്തുവാനുള്ള വഴി നീ തന്നെ വേഗം ചെയ്യുക. അതായത് ഈ ഹോമകുണ്ടത്തിൽ ഇങ്ങനെ അർച്ചിക്കുന്ന സമയത്ത് നെയ്യും മറ്റു സാധനങ്ങൾ ഈ ഹോമകുണ്ടത്തിന് പുറത്തേക്ക് വീഴുമല്ലോ, അതൊക്കെ ചിതലുകൾക്ക് അവകാശപ്പെട്ടതാണെന്ന് പറഞ്ഞത്. അപ്പൊ അങ്ങനെ ചെയ്യാൻ പറഞ്ഞു. സൂതൻ പറയുന്നു, ബ്രഹ്മാവ് പറഞ്ഞതനുസരിച്ച് ചിതൽ ഭഗവാൻ ഉറങ്ങുന്ന സ്ഥലത്തെത്തി. ചിതൽ പതുക്കെ പതുക്കെ അടുത്ത് ചെന്ന് നിലത്ത് കുന്നി വെച്ചിരിക്കുന്ന വില്ലിന്റെ അറ്റം കരണ്ട് മുറിക്കാൻ തുടങ്ങി. താഴത്തെ ഭാഗം മുറിഞ്ഞതോടെ വില്ലിന്റെ മുകൾ ഭാഗവും പെട്ടെന്ന് മുറിഞ്ഞു. വില്ല് മുറിഞ്ഞപ്പോൾ ഉണ്ടായ ഭയങ്കരമായ ശബ്ദം കേട്ട് ഇടിവെട്ടിയിടും വണ്ണം മുറിഞ്ഞ ശബ്ദം കേട്ടു എന്ന് പറഞ്ഞില്ലേ രാമായണത്തിൽ? അതുമാതിരിയില്ല, ഭയങ്കരമായ ശബ്ദം കേട്ട് ബ്രഹ്മാണ്ട കിടുകിടുകിടാ വിറച്ചുപോയി. എല്ലാവരും ഞെട്ടിത്തരിച്ചുപോയി. ഭൂമി ആകെ കുലുങ്ങി, സമുദ്രം ക്ഷുഭിതമായി. ജലജീവികൾ സംഭ്രമത്തോട് സമുദ്രത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിച്ചാടി നടന്നു. എന്താ സംഭവിക്കുന്നെന്ന് ആർക്കും ഒരു പിടി കിട്ടിയില്ല. കൊടുങ്കാറ്റ് വീശി, പർവ്വതങ്ങൾ നടുങ്ങി. അമംഗള സൂചകമായ ആകാശത്ത് കൊള്ളിമീൻ മിന്നിമറഞ്ഞു. സൂര്യനും എങ്ങോ പോയി മറിഞ്ഞ് ബ്രഹ്മാണ്ടം മുഴുവൻ ഇരുട്ടിലായി. എല്ലാവർക്കും പേടിയായി. ദേവന്മാരും ബ്രഹ്മാദികൾ എന്ത് ചെയ്യണമെന്നറിയാതെ പരിഭ്രമിച്ചു. ഇനി ഏതൊക്കെ ദുർഘടങ്ങളാണ് ഈശ്വരാ വരാനിരിക്കുന്നതെന്ന് ചിന്തിച്ചു കൊണ്ടിരിക്കെ ദേവദൈവനായ വിഷ്ണുവിന്റെ ശിരസ് കുണ്ടല കിരീടത്തോടുകൂടി തെറിച്ചുപോയി. കാടിക്ക് കൊടുത്തിട്ടല്ലേ ഉള്ളത്, തെറിച്ചുപോയി എന്ന് പറയുന്നു. അല്ലയോ താപസ ശ്രേഷ്ഠന്മാരെ, അന്ധകാരം ഒന്നൊഴിഞ്ഞപ്പോൾ ഭഗവാന്റെ ശിരസില്ലാതെ വിലക്ഷണമായ ദേഹം വിധിശങ്കരന്മാർക്ക് ദൃശ്യമായി. ആ കബന്ധം കണ്ട് എല്ലാവരും അത്യധികം ദുഃഖത്തിലായല്ലയോ ജനാർദ്ദന? ദേവന്മാർക്ക് എന്ത് അത്യാഹിതമാണ് വരാനിരിക്കുന്നത്? അങ്ങേക്ക് തന്നെ ഈ ഗതിയാണെങ്കിൽ ഞങ്ങളുടെ സ്ഥിതിയെ പറ്റി ആലോചിക്കേ വേണ്ട. ഈ വിപത്തിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം ഞങ്ങൾക്കാണ്. അസുരന്മാർക്ക് ഇത് യാതൊരു പങ്കുമില്ല. മായേശനായ വിഷ്ണുവിന്റെ തല കൊയ്യാൻ സപ്തരജസ്തമോ ഗുണങ്ങളോട് കൂടി നിൽക്കുന്ന മായക്ക് മാത്രമേ കഴിയൂ. അപ്പൊ ഒരു കാര്യം കൂടി ഉണ്ട്. ഈ ഹയഗ്രീവൻ എന്ന് പറഞ്ഞ അസുരൻ ഉണ്ടല്ലോ, അതിനാണ് ഇപ്പൊ ഈ ഒരു നാടകം, വേറൊന്നിനുമല്ല. ആ ഹയഗ്രീവൻ ഭൂമിയെ എടുത്തു പോയല്ലോ. ഹയഗ്രീവനെ കൊല്ലണ വേറൊരു ഹയഗ്രീവൻ തന്നെ ആവണം. എന്റെ രൂപം, എന്റെ പേര് ഒക്കെ ഉള്ള ഒരാൾക്ക് എന്നെ കൊല്ലാൻ പാടുള്ളൂ എന്നാണ് വരം വാങ്ങിച്ചത്. അതും കൂടി എന്നാ കേതുവിനൊരു കേതു വേണമെന്ന് പറഞ്ഞത് മാതിരി അതും ഇതും കൂടിയിട്ടൊന്ന് കൂട്ടി വായിക്കേണ്ടി വരുന്നു നമ്മള്. ഇവരുടെ ഈ പരിദേവനം കേട്ട് ദേവഗുരുവായ ബൃഹസ്പതി പറഞ്ഞു, ഇങ്ങനെ ഉറക്കെ വിലപിച്ചത് കൊണ്ടൊരു കാര്യവുമില്ല. ഇനി അങ്ങോട്ട് എന്ത് ചെയ്യണമെന്ന് എല്ലാവരും ഗാഠമായി ചിന്തിക്കുവാൻ. അല്ലെങ്കിൽ ഭഗവാന്റെ ശിരസ് തന്നെ എടുത്തവിടെ വെച്ചാ പോരെ? അതല്ലല്ലോ, ദൈവഹിതം പോലെ കാര്യങ്ങൾ നടക്കും. ഇന്ദ്രൻ ദേവന്മാർ നോക്കി നിൽക്കേ വിഷ്ണുവിന്റെ ശിരസ് തെറിച്ചു പോയില്ലേ? ഇവിടെ ദൈവനിയോഗത്തിന് മീതിയ ഒരു പുരുഷ പ്രയത്നം നടക്കുകയില്ല. ബ്രഹ്മാവ് അത് അങ്ങനെ ഇന്ദ്രൻ പറയുമ്പോൾ ബ്രഹ്മാവ് പറയണു, നന്മ തിന്മകൾ അതാത് കാലത്ത് സംഭവിച്ചേ തീരും. ദൈവഹിതത്തിനെ മറികടക്കാൻ ഒരിക്കലും സാധ്യമല്ല. ദേഹം സ്വീകരിച്ചാല് സുഖദുഃഖങ്ങൾ നിശ്ചയമായും അനുഭവിക്കേണ്ടി വരും. പണ്ട് എന്റെ ശിരസ് ശിവഭഗവാൻ പിഴുതെടുത്തില്ലേ? ശിവന്റെ ലിംഗം ശാപത്താൽ പതിച്ചു പോയിട്ടുണ്ടല്ലോ. അതേപോലെ ഇപ്പോൾ വിഷ്ണുവിന്റെ ശിരസും ഉടലിൽ നിന്ന് വേർപെട്ട് സമുദ്രത്തിലേക്ക് തെറിച്ചുപോയി. അതാണ് ഇവിടെ പിറ്റെയ്യാൻ കിട്ടാത്തത് ആയത്.
ഇന്ദ്രനും പണ്ട് ശാപം കൊണ്ട് സഹസ്രഭഗങ്ങൾ ഉണ്ടായിട്ടുണ്ട്. 1000 സ്വർഗഭ്രംശം, താമരപൂൽ ഒളിച്ചിരിക്കല് തുടങ്ങിയതൊക്കെ ഇന്ദ്രൻ അനുഭവിക്കേണ്ടി വന്നില്ലേ? ഇന്ദ്രനെ പോലെ അല്ലല്ലോ മഹാവിഷ്ണു. ഇന്ദ്രൻ താൽക്കാലികമായൊരു പിന്നെ മന്ത്രിയല്ലേ. ഈ പ്രപഞ്ചത്തിൽ സുഖദുഃഖങ്ങൾ അനുഭവിക്കാതെ ആരാണുള്ളത്? എല്ലാവർക്കും അത് അവരവർക്ക് വേണ്ടുന്ന സുഖങ്ങളും ദുഃഖങ്ങളും ഉണ്ടാവുമെന്നാണ് പറയുന്നത്. എല്ലാവരും പരാധീനർ തന്നെയാണ്. അതുകൊണ്ട് നാശരഹിതയായ പരാശക്തിയെ തന്നെ ആശ്രയിക്കുക, കീർത്തിക്കുക. ഏതൊരു പരാശക്തിയാണോ ഈ വിശ്വത്തിൽ സർവ്വവ്യാപിയായി വിരാജിക്കുന്നത്, ആ ദേവിയെ പരമമായ ഭക്തിയോടെ സ്തുതിക്കുക എന്ന് പറഞ്ഞു. അപ്പൊ അത് സൂതൻ പറഞ്ഞു കൊടുക്കുന്നു ഇവരോട്. ഇപ്രകാരം ദേവന്മാരോട് പറഞ്ഞ ബ്രഹ്മാവ് ശരീരമെടുത്ത് നിൽക്കുന്നത് വേദങ്ങളോട് പറഞ്ഞു. സർവവും തരാൻ ശക്തിയുള്ള ബ്രഹ്മവിദ്യ എന്ന നാമമുള്ള ആ ജഗദമ്പയെ ജ്ഞാനശക്തിയെ സ്തുതിക്കുക എല്ലാവരും. വേദങ്ങൾ സ്തുതിക്കുന്നു, അല്ലയോ ദേവി? ഗായത്രി, മഹാമായേ, നിർഗുണേ, ഭുവനേശ്വരി, ദാ ഞങ്ങൾ സ്തുതിക്കുന്നു. അവിടുന്ന് ഗായത്രിയാണ്, ജയയാണ്. എല്ലാ സദ്ഗുണങ്ങൾക്കും ആധാരം അങ്ങ് മാത്രമാണ് അമ്മേ. ത്രിലോക സൃഷ്ടി മറ്റാരുടെയും സഹായം കൂടാതെ ഒറ്റക്ക് അനായാസം നടത്തുന്ന അമ്മേ, അവിടുത്തെ തൃക്കാലടികളിൽ ഞാൻ അടിപണിയുന്നു. സൃഷ്ടിസ്ഥിതി സംഹാരത്തിനായി അവിടുന്ന് തന്നെയല്ലേ ബ്രഹ്മ, വിഷ്ണു, രുദ്രന്മാരെ പ്രാപ്തരാക്കുന്നത്? സൂര്യൻ തൊട്ടുള്ള ദേവന്മാരെല്ലാം അമ്മയുടെ സൃഷ്ടി തന്നെയല്ലേ? അവർക്കെല്ലാം അമ്മയായി വിലസുന്നത് അവിടുന്ന് മാത്രമല്ലേ? അവിടുന്ന് തന്നെയാണ് വാഗ്ബീജ മന്ത്രത്തിന് അധികാരിയും. അവിടുത്തെ രൂപം അവർണ്ണനീയമാണ്, പറഞ്ഞറിയിക്കാൻ കഴിയാതത്ര മഹത്തരമാണ്. അർത്ഥവത്തായ നാമാവലി കൊണ്ടും അനിതര സാധാരണ ഗുണങ്ങളും കൊണ്ട് അവിടുന്ന് പ്രശംസനീയ തന്നെ. ചെറിയൊരു കൈത്തോട് പോലും മറികടക്കാൻ കഴിയാത്ത ഞങ്ങൾക്ക് എങ്ങനെയാണ് സമുദ്രം തരണം ചെയ്യാൻ കഴിയുക അമ്മേ? അതേമാതിരി അവിടുത്തെ മഹിമാവും അപാരം തന്നെയാണ്. ഈ ജഗത്തിന് മൂലാധാരം അവിടുന്ന് തന്നെയാണ്. അവിടുത്തെ മഹിമയെ പറ്റി പറയുവാൻ ഞങ്ങൾക്ക് ശക്തി പോരാമേ. വാക്കുകൾക്കും വർണ്ണനകൾക്കും അതീതമാണ് അവിടുത്തെ ശക്തി പ്രഭാവം. വേദങ്ങൾ ചോദിക്കുന്നു, ദേവി അവിടുന്ന് പറഞ്ഞില്ലേ ഹരിയുടെ ശിരസ് തെറിച്ചു? അവിടുന്ന് അറിഞ്ഞില്ലേ ഹരിയുടെ ശിരസ് തെറിച്ചു പോയതെന്ന് ചോദിക്കുന്നു. ഹരിയുടെ ബലം പരീക്ഷിക്കുകയാണോ അമ്മേ? അവിടുത്തെ ഭക്തനായിട്ടും ഹരിക്ക് ഇപ്രകാരം സംഭവിക്കാൻ ഹേതു എന്താണ്? അവിടുത്തെ വിശ്വസിക്കുന്നവർക്ക് ഇപ്രകാരം വിപരീതം സംഭവിക്കുമോ അമ്മേ? ദേവന്മാരുടെ പാപങ്ങൾ നശിപ്പിക്കാനാണോ ഇത്തരം സംഭവം ഉണ്ടായത്? ബുദ്ധന്റേത് ക്ഷീണിച്ചിരിക്കുമ്പോൾ എങ്ങനെയാണ് ആ ശരീരത്തിന് ശിരസ് വേർപെട്ടത്? ശിരസറ്റ ശരീരം കാണാനുള്ള നേരം കൊണ്ടാണോ അമ്മേ? അവിടുന്ന് ലക്ഷ്മി ദേവിയോട് കോപിച്ചുവോ? എന്തുകൊണ്ടാണ് ശ്രീക്ക് വൈധവ്യം വരുത്തിയത്? വേഗം ഹരിയെ ജീവിപ്പിച്ച് പൂമാതന്റെ സങ്കടം നിവർത്തി വരുത്തുക. എന്തെങ്കിലും അപരാധങ്ങൾ പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കേണ്ടതല്ലേ അമ്മേ? ഈ ജഗത്തിന് ജീവൻ കൊടുക്കുന്ന അവിടുന്ന് തന്നെ ശ്രീഹരിയുടെ ജീവനും രക്ഷിക്കണം. തെറിച്ചുപോയ തല എവിടെ കിടക്കുന്നു എന്ന് ഞങ്ങൾക്ക് അറിയാൻ പോലും പാടില്ല. ഭൂതം വീണ്ടും പറയുന്നു, വേദങ്ങളുടെ ശ്രുതിമധുരമായ സ്തുതി കേട്ട് പ്രസന്നയായ മഹാമായ ഉടൽ സ്വീകരിച്ച ആകാശത്ത് നിന്നുകൊണ്ട് ഇപ്രകാരം മധുരമായി പറഞ്ഞു, സുരന്മാരെ, നിങ്ങൾ വ്യസനിക്കേണ്ട കേട്ടോ. വേദങ്ങളുടെ മധുരമായ സ്തുതികൾ കേട്ട് ഞാൻ സന്തോഷിച്ചിരിക്കുന്നു. ഈ സ്തുതി ആരെങ്കിലും ത്രികാലങ്ങളിൽ ഭക്തിയോട് ജപിക്കുകയാണെങ്കിൽ അവർക്ക് എല്ലാ ആഗ്രഹങ്ങളും സാധ്യമായി വരും. ഈ സ്തുതി വേദത്തിന് സമമാണ്. ഇത് ചൊല്ലുന്നവന്റെയും കേൾക്കുന്നവന്റെയും എല്ലാ ദുഃഖങ്ങളും അതന്നെ പോയിക്കൊള്ളും. ഈ ഹരിയുടെ ശിരസ് വേർപെട്ടു പോകാൻ ഒരു കാരണമുണ്ട്. കാര്യകാരണ സംബന്ധമില്ലാതൊന്നും സംഭവിക്കുകയില്ലല്ലോ. ഒരു ദിവസം ശ്രീഹരി തന്റെ അടുത്തിരിക്കുന്ന സൗന്ദര്യത്തിടമ്പായ ലക്ഷ്മി ദേവിയെ നോക്കി ഒന്ന് മന്ദഹസിച്ചു. ഭഗവാൻ എന്നെ നോക്കി മന്ദഹസിച്ച് എന്തിനാണ്? ആ ചിരി കണ്ടപ്പോൾ ലക്ഷ്മിക്ക് തോന്നി ഭഗവാൻ തന്നെ പരിഹസിക്കുകയാണോ എന്ന്. സപത്നിമാർ ആരെങ്കിലും എന്നേക്കാൾ സുന്ദരിയായിട്ടുള്ളവർ ഉണ്ടോ വിചാരിച്ചുപോയി. ഭഗവാന് രമയുടെ മനസ്സിൽ ആ സംശയം ഉണ്ടോ ഭഗവാനെന്ന്. അപ്പൊ രമയുടെ മനസ്സിൽ ആ സംശയം ദൃഢമായി. ലക്ഷ്മി ദേവിയുടെ നേരിയ കോപം വന്ന് കണ്ണു ചുവന്നു. പെട്ടെന്ന് ലക്ഷ്മിയിൽ താമസഭാവം വന്നു ചേർന്നു. സമയദോഷം കൊണ്ടും ദേവന്മാരുടെ കാര്യസിദ്ധിക്കും വേണ്ടി താമസീ ശക്തി ദേവിയിൽ പ്രകടിതമായി. ഉടനെ ദേവി പറഞ്ഞു, അങ്ങയുടെ തല തെറിച്ചു പോട്ടെ. എന്തൊരു പറച്ചിലത്! സ്ത്രീകൾ ചപല സ്വഭാവക്കാരാണെന്ന് പരക്കെ അഭിപ്രായമുണ്ട്. ആ സ്വഭാവം കൊണ്ടും കാലത്തിന്റെ വികൃതി കൊണ്ടും ദേവി വരും വരായികകളെ പറ്റി ചിന്തിക്കാതെ വിഷ്ണുവിനെ ശപിച്ചു. സ്ത്രീകൾക്ക് സപത്നി ദുഃഖം വൈധവ്യത്തെക്കാളും ദുഃഖകരമാണ്. അതിനാലാണ് പെട്ടെന്നുണ്ടായ കോപം കൊണ്ട് ദേവി
ഇങ്ങനെ ശപിക്കാൻ കാരണം. ശാപത്താൽ ആ ശിരസ് ഇപ്പോൾ കടലിൽ കിടക്കുകയാണ്. എന്തായാലും ഞാൻ വാസുദേവനെ പൂർവ്വസ്ഥിതിയിൽ തന്നെ ആക്കാം എന്ന് ദേവി പറഞ്ഞു. സുരന്മാരെ, ഇനി വേറൊരു കാരണം കൂടി ഉണ്ട് കേട്ടോ. നിങ്ങൾക്കും അതുകൊണ്ട് ഗുണമുണ്ടാവും. പണ്ട് ഹയഗ്രീവൻ എന്നു പേരുള്ള അസുരൻ സരസ്വതീ തീരത്തിരുന്ന് ഉഗ്ര തപസ് ആരംഭിച്ചു. ഒരു കാര്യസാധ്യത്തിന് വേണ്ടി എന്ത് തപസ്സും ആരംഭിക്കും. അവൻ മായാബീജം മന്ത്രം ഉരുവിട്ടാണ് തപസ് ചെയ്തത്. ആഹാരവും മറ്റു ഭോഗങ്ങളും ഉപേക്ഷിച്ച് ഏകാഗ്രചിത്തനായി എന്റെ താമസ രൂപത്തെയാണ് ആ അസുരൻ ധ്യാനിച്ചത്. അവര് സാത്വികീ ഭാവത്തിന് എപ്പോഴും ധ്യാനിക്കൂല. അവർക്ക് താമസഭാവം അതേ അവര് ധ്യാനിക്കൂല. അതുകൊണ്ട് തന്നെ താമസ രൂപം കൈക്കൊണ്ടാണ് ഞാൻ ഹയഗ്രീവന്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടത്. സിംഹാരൂഢയായിട്ടാണ് ദേവി അവന് ദർശനം നൽകിയത്. ദേവി പറയണു, അല്ലയോ അസുരശ്രേഷ്ഠ, നീ 10,000 കൊല്ലമായി എന്നെ തപസ് ചെയ്യുന്നു. ഞാൻ തൃപ്തിയായിരിക്കുന്നു കേട്ടോ. എന്ത് വരമാണ് നിനക്ക് വേണ്ടത്? ദേവിയെ കണ്ട ഉടനെ ഹയഗ്രീവൻ പ്രദർശനം ചെയ്തു, നമസ്കരിച്ചു. ദേവിയുടെ ദർശനത്താൽ അത്യധികം സന്തോഷിച്ച അസുരന്റെ കണ്ണിൽ കൂടി അശ്രുക്കൾ ധാരധാരയായി ഒഴുകാൻ തുടങ്ങി. കാര്യത്തിന് വേണ്ടിയിട്ട് ചിലവരില്ല, അങ്ങനെ കാര്യത്തിന് വേണ്ടി എന്ത് ഗോഷ്ടിത്തരം കളിക്കുന്നത്. അതുപോലെയാണ് ആ ആൾക്കാരെ അസുരന്മാരെന്ന് വേണം വിചാരിക്കാൻ. ഹയഗ്രീവൻ ഭക്തിയോടെ സ്തുതിക്കാൻ ആരംഭിച്ചമ്മേ മഹാമായേ, ഭക്താനുഗ്രഹകാതരേ, സൃഷ്ടിസ്ഥിതി സംഹാര ക്രിയകൾക്ക് കാരണഭൂതേ, എല്ലാ പുരുഷാർത്ഥങ്ങളെയും പ്രദാനം ചെയ്യുന്ന പരാശക്തിയെ, സർവേന്ദ്രിയങ്ങളും പഞ്ചേന്ദ്രിയങ്ങളും കർമ്മേന്ദ്രിയങ്ങളും അതിന്റെ ഗുണങ്ങളും അവിടെ നിന്നാണ് ഉണ്ടായത് അമ്മേ. ഇപ്രകാരം സ്തുതിച്ച അസുരനോട് ദേവി ഇഷ്ടമുള്ള വരം ചോദിച്ചോളൂ എന്ന് പറഞ്ഞു. ഹയഗ്രീവൻ എന്താ പറഞ്ഞെന്നാ, അമരത്വവും സുരാസുരന്മാരെ ജയിച്ച് സ്വർഗഭോഗം അനുഭവിക്കാനുള്ള യോഗവും തരണേ എന്ന് അപേക്ഷിച്ചു. അപ്പൊ ദേവി വന്നു, അസുര, ജനനവും മരണവും സുനിശ്ചിതമാണ്. അത് ലോക മര്യാദയാണ്. അതുകൊണ്ട് മരണത്തെ മാറ്റി നിർത്തി മറ്റെന്ത് വേണമെങ്കിലും ചോദിച്ചു കൊള്ളുക. ഹയഗ്രീവൻ, അങ്ങനെയാണെങ്കിൽ ഹയഗ്രീവനല്ലാതെ മറ്റാരും എന്നെ കൊല്ലാൻ പാടില്ല. ഇതാണ് എൻ്റെ ആഗ്രഹം. ഈ വരം എനിക്ക് തരണം. അതിനും കൂടിയാണ് ഈ ഭഗവാന്റെ ശിരസ് വേർപെട്ട് പോയത് അർത്ഥം. അല്ലാണ്ട് ഭഗവാന്റെ ശിരസ് വേർപെടുത്താൻ ആർക്ക് ചെതലിനി നല്ല മഹാമേരുവിന് പോലും കഴിയില്ലെന്ന് നമുക്കറിയാലോ. ദേവി, ഹയഗ്രീവ, നീ സന്തോഷത്തോടെ യാത്രയായിക്കൊള്ളൂ. പോയി രാജ്യം പരിപാലിക്കൂ. ഹയഗ്രീവൻ അല്ലാതെ മറ്റാരും നിന്നെ വധിക്കയില്ല. ഇത്രയും പറഞ്ഞ് ജഗദംബിക അന്തർധാനം ചെയ്തു. ഹയഗ്രീവൻ സന്തോഷം സ്വഗൃഹത്തിലേക്ക് പോവുകയും ചെയ്തു. ദേവി ബ്രഹ്മാദികളോട് പറഞ്ഞു, എന്റെ വരം കിട്ടിയ ധാർഷ്ട്യത്തോടെ അവൻ വേദവിത്തുക്കളും മന്ത്രവിത്തുക്കളുമായ ഋഷീശ്വരന്മാരെയും ദ്രോഹിക്കുകയാണ്. ഈ ലോകത്തിൽ അവനെ വധിക്കാൻ ആർക്കും സാധ്യമല്ല. ഹയഗ്രീവന് മാത്രമേ അവനെ കൊല്ലാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ടൊരു ഹയത്തിന്റെ തലയെടുത്ത് തൊഷ്ടാവിനോട് ഹരിയുടെ ഉടലിൽ ചേർത്ത് വെക്കാൻ പറയുക. അങ്ങനെയാണ് ഭഗവാൻ ഈ കുതിരത്തല വെക്കേണ്ടി വന്നതെന്ന് നമ്മൾ മനസ്സിലാക്കുക. ഹയഗ്രീവനായി മാറുന്ന ഹരി ഹയഗ്രീവാസുരനെ കൊല്ലും. അങ്ങനെ സൂതൻ കഥ പറഞ്ഞു കൊടുക്കുന്നു. ദേവിയുടെ വാക്ക് കേട്ട് സന്തോഷിച്ച ദേവന്മാർ വിശ്വകർമാവിനെ വരുത്തി ഇപ്രകാരം പറഞ്ഞു, ദേവന്മാരുടെ കാര്യസാധ്യത്തിനായി ഒരു ഹയത്തിന്റെ ശീർഷം ശ്രീഹരിയുടെ ഉടലിൽ ചേർത്ത് വെക്കുക. അങ്ങനെ ശ്രീഹരി ഹയഗ്രീവനെ വധിച്ച് ദേവന്മാർക്ക് സന്തോഷത്തെ നൽകും എന്ന് പറഞ്ഞു. കുറച്ചു ദിവസങ്ങൾക്ക് ശേഷം ശ്രീഹരി ഗർഭിയായ ഹയഗ്രീവനെ വധിച്ച് ദേവന്മാർക്ക് സന്തോഷത്തെ പ്രദാനം ചെയ്തു. ഈ ദേവി ചരിതം കേൾക്കുന്നവന്റെ പാപങ്ങളെല്ലാം നശിച്ച് സർവ്വ സൗഭാഗ്യങ്ങളും അനുഭവിക്കാൻ സാധിക്കും എന്നുള്ള ഗുണപാഠത്തോടു കൂടിയാണ് ഈ ഹയഗ്രീവ അവതാരം വർണ്ണിച്ചത്. നാളെ നമുക്ക് മധുരൈടഭന്മാരുമായിട്ടുള്ള യുദ്ധത്തിനുള്ള ശ്രമം ആണ് നമുക്ക് പറയാനുള്ളത്. അങ്ങനെ ഓരോരോ ദിവസവും ഭഗവാന്റെ അനുഗ്രഹാശിസ്സുകളോടെ, ജഗദംബികയുടെയും അനുഗ്രഹാശിസ്സുകളോടെ നമുക്ക് ഓരോ ദിവസം ഓരോരോ കഥയിലേക്ക് കടന്ന് അങ്ങനെ കേൾക്കുന്നവർക്കും പറയുന്നവർക്കൊക്കെ സന്തോഷത്തെ പ്രദാനം ചെയ്യാൻ ആ ശ്രീഹരി, ആ ജഗദംബികയും നമ്മളെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കായേന വാചാ മനസേന്ദ്രിയേർവാ ബുദ്ധ്യാത്മനാവാ പ്രകൃതേ സ്വഭാവാത് കരോമി യദ്യൽ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി.